ഏലിയാസ് ജോൺ ആണ്. ശ്രീ ഏലിയാസ് ജോൺ, സ്വാഗതം. ഈ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ അതിന് പിന്നിൽ ഒരുപാട് അനുഭവങ്ങളുള്ള ആളെന്നുള്ള നിലയിൽ ഈ വിഴിഞ്ഞം പദ്ധതി പൂർത്തിയാവുന്ന ഈ നിമിഷത്തിൽ എന്താണ് പങ്കുവയ്ക്കാനുള്ളത്? ഞാൻ വളരെ എക്സൈറ്റഡ് ഒന്നുമല്ല, വളരെ മിതമായ ചില സന്തോഷങ്ങളേ ഉള്ളൂ. കാരണം നമ്മൾ വിചാരിച്ച, നമ്മൾ സ്വപ്നം കണ്ട ഒരു രീതിയിലല്ല ഈ പ്രൊജക്റ്റ് വരുന്നത്. എന്നാൽ പോലും എവിടെയെങ്കിലും ഒരു ചെറിയ തുടക്കമാവട്ടെ, അവിടെ നിന്ന് നമുക്ക് പതുക്കെ പതുക്കെ വളരാം എന്നുള്ള ഒരു നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ഒരു നല്ല കാര്യം നമ്മുടെ നാട്ടിൽ നടക്കുകയാണ്. ഇനി ഒരുപാട് കാലം സഞ്ചരിക്കേണ്ടതുണ്ട്, ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്, ഒരുപാട് വളരേണ്ടതുണ്ട്. അതുകൊണ്ട് ഇതൊരു വലിയ കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഇത്രയധികം ഒരു മെഗാ പ്രോജക്റ്റ് ഒരു കാലത്തും നടത്തില്ല എന്നുള്ള ഒരുപാട് വെല്ലുവിളികളൊക്കെ കേട്ടാണ് നമ്മൾ കടന്നു വന്നത്. എന്തായാലും ഇപ്പോൾ സാൻ ഫെർണാണ്ടോ കയറുന്ന ചിത്രമൊക്കെ പലരും എനിക്ക് അയച്ചു തന്നു. ഒരു ചരിത്ര നിമിഷം നമ്മൾ പിന്നിടുകയാണ്. വാസ്തവത്തിൽ നാളത്തേക്ക് ഔപചാരികമായ ഉദ്ഘാടനങ്ങളൊക്കെയാണ്, പക്ഷെ ഇന്ന് തന്നെയാണ് ഇതിൻ്റെ കൃത്യമായ ഉദ്ഘാടനം നടന്നു കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഹാർബറിനകത്തത് പ്രവേശിക്കുമ്പോൾ എത്രയോ കാലം. അപ്പൊ നമുക്ക് ഇനി അതിലേക്കൊന്ന് കടന്നാലോ? സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്താണ്, എന്തുകൊണ്ട് സന്തോഷം പൂർണ്ണമാവുന്നില്ല, ഈ രണ്ട് കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നാലോ? ഒന്ന് പങ്കുവയ്ക്കാം. സന്തോഷം ഇപ്പം തന്നെ ഈ നാട്ടിലെ ജനങ്ങൾ നമ്മളോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് നമ്മൾ പറഞ്ഞു നടന്ന തൊഴിലവസരങ്ങൾ ഇവിടെ കിട്ടുന്നില്ല, ജനങ്ങൾക്കത് കാണാൻ പോലും പറ്റുന്നില്ല, ഒരു വിസിബിൾ അല്ല. നമ്മൾ പറഞ്ഞു നടന്നത് ലക്ഷക്കണക്കിന് തൊഴിലവസരം ഇവിടെ ഉണ്ടാവുമെന്നാണ്. അതിൻ്റെ യാതൊരു സൂചനയും നമ്മുടെ ഇവിടെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ചോദ്യം ചെയ്യലുകൾക്ക്, ഒരുപാട് വിമർശനങ്ങൾക്ക് ഞങ്ങൾ വിധേയരായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്ത് നടന്ന പബ്ലിക് ഹിയറിങ്ങിൽ പോലും വ്യക്തിപരമായി എന്നെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ചിലർ, നിങ്ങൾ പറഞ്ഞ തൊഴിലെവിടെ, നിങ്ങൾ പറഞ്ഞ ലക്ഷ്യങ്ങളെവിടെ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്കതിനൊന്നും മറുപടി പറയാൻ പറ്റാതെ പോവുകയാണ്. കാരണം നമ്മളല്ല ഇത് നിയന്ത്രിക്കുന്നതും തീരുമാനങ്ങൾ എടുക്കുന്നതും നമ്മളല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളോട് കൃത്യമായ ഒരു ഉത്തരം കൊടുക്കാൻ നമുക്ക് പറ്റാതെ വരുന്നു. അതേ സമയത്ത് ഇതിൻ്റെ സാധ്യതകൾ, ഞങ്ങൾ 30 കൊല്ലം പറഞ്ഞ അതേ സാധ്യതകൾ നമ്മുടെ മുമ്പിൽ ഇപ്പോഴും ഉണ്ട്. അത് ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയുന്നില്ല, നമ്മുടെ ഗവൺമെൻറ്റുകൾക്ക് കഴിയുന്നില്ല. ഞാൻ പറയുന്നത് ഗവൺമെൻറ്റുകൾ, ഒരു ഗവൺമെൻറ് അല്ല, ഗവൺമെൻറ്റുകൾ എന്ന് പറയുന്നത് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് അല്ലെങ്കിൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്ത് മുതൽ അങ്ങ് പാർലമെൻറ്റ് വരെ ഇരിക്കുന്ന എല്ലാവർക്കും ഉത്തരവാദിത്വമുള്ള വിഷയമാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ഒരു മെഗാ പ്രോജക്റ്റാണ് ഇത്. ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ സംഭവിക്കുന്നത്. അതിൻ്റെ ഒരു ഗൗരവം കേന്ദ്ര സർക്കാരിന് പോലും ഇല്ല എന്നുള്ളത് നമ്മുടെ അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോഴും ഈ കണ്ടെയ്നർ പുറത്തിറങ്ങിയാൽ അത് NH എത്താനുള്ളൊരു വഴിയില്ല. അപ്പോൾ അങ്ങനെ വളരെയധികം ബാലാരിഷ്ടതകളിലൂടെയാണ് ഇപ്പോഴും ഈ പ്രോജക്റ്റ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചതൊന്നും വിസിബിൾ അല്ല. വരുമായിരിക്കാം, ഏതെങ്കിലും ഒരു കാലത്ത് വരും, അതിൻ്റെ തീർച്ചയായും അതിൻ്റെ തുടക്കം തന്നെയാണ്. പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ട് ആളുകൾക്ക് ടാൻജിബിൾ ആയിട്ടുള്ള റിസൾട്ട്സ് വേണം. പൊതുജനങ്ങൾക്ക് അതാണ് ആവശ്യം. ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട്, CVs അയച്ചു തരാറുണ്ട്. എവിടെ നിങ്ങൾ പറഞ്ഞ ജോലി എവിടെ, ഞങ്ങളുടെ മക്കൾക്ക് ജോലിയുണ്ട്. വിദേശത്തിരിക്കുന്നവർ തിരിച്ചു വരാൻ തയ്യാറെടുക്കുകയാണ്. ഇവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ അവർ തിരിച്ചു വരാമെന്ന് പറയുന്നു, പക്ഷേ ഓപ്പർച്യൂണിറ്റി എവിടെ? അപ്പോൾ അതിനുള്ളൊരു മാസ്റ്റർ പ്ലാൻ ഒന്നും നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഇതുവരെയും ഉള്ളതായിട്ട് എനിക്കിതുവരെയും തോന്നിയിട്ടില്ല. ഞങ്ങൾ എല്ലാ ഫോറങ്ങളിലും അത് ആവശ്യപ്പെടുന്നുണ്ട്. ഗവൺമെൻറ് ഒരു വിഷൻ ഡോക്യുമെൻ്റ് വേണം. ഞാൻ ഒരു ഉദാഹരണം പറയാം. വാദ്വാൻ എന്ന് പറയുന്ന പോർട്ട് ഒരു 6 മാസമായിട്ടാണ് നമ്മൾ കേൾക്കാൻ തുടങ്ങിയത്. പുതിയൊരു പ്രൊജക്റ്റ് വരുന്നത് അവർ അനൗൺസ് ചെയ്തു, 10 ലക്ഷം തൊഴിൽ സൃഷ്ടിക്കുമെന്ന് അവർ അനൗൺസ് ചെയ്തു. നമ്മുടെ ഗവൺമെൻറ്റുകൾക്ക്, ഒരു ഗവൺമെൻറ് അല്ല, ഈ ഇരിക്കുന്ന ഗവൺമെൻറ് അല്ല, ഇതിന് മുമ്പ് ഇരുന്ന ഗവൺമെൻറ്, ആർക്കും ഇവിടെ എത്ര തൊഴിലവസരം സൃഷ്ടിക്കാൻ പറ്റുമെന്ന് ഒരു ഉറപ്പ് ജനങ്ങൾക്ക് കൊടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതാണ് പ്രശ്നം. അപ്പോൾ എങ്ങനെയാണ് വാദ്വാൻ പോലുള്ള ഒരു പോർട്ടുകാർക്ക് 10 ലക്ഷം എന്നൊരു ഫിഗർ എങ്ങനെ അനൗൺസ് ചെയ്യാൻ പറ്റുന്നു? അപ്പം അവിടെയാണ് ജനങ്ങൾക്കിതിപ്പോൾ ഈ പോർട്ട് വരുന്നു, ഏറ്റവും വലിയ കപ്പൽ വരുന്നു, ദിവസേന കപ്പലുകൾ വരുന്നു, 2000 കണ്ടെയ്നർ, 5000 കണ്ടെയ്നർ, അതിലൊന്നും ജനങ്ങൾ ലീസ്റ്റ് ബോധേഡ്. ആദ്യത്തെ ഒരു ചാം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇതിലൊരു താല്പര്യമില്ല. അവർക്കറിയേണ്ടത് അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തെങ്കിലും അവരുടെ വീട്ടിൽ, അവരുടെ മക്കൾക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. അത് കിട്ടാതെ വരുമ്പോൾ പിന്നെ ഈ പ്രോജക്റ്റ് അവർക്ക് മറ്റൊരു KSRTC ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അത്ര സന്തോഷമില്ല എന്ന് പറയുന്നത്. ഞങ്ങൾ എല്ലാ കാലത്തും അങ്ങ് കേൾക്കുന്നുണ്ടാവും. കാരണം
എങ്ങനെയാണ് നമുക്ക് ഏതൊക്കെ മേഖലയിലാണ് ഈ തുറമുഖം വരുന്നതോടുകൂടി അവസരങ്ങൾ സാധ്യമാവുന്നത്? സാധാരണക്കാരന് എന്ത് പ്രയോജനം? ഇങ്ങനെ ചില ചോദ്യങ്ങളാണ് നമ്മളും അഭിമുഖീകരിച്ചുകൊണ്ടേയിരിക്കുന്നത്. സർക്കാരിന്റെ ഏതെങ്കിലും പ്രതിനിധികളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു ചർച്ച ഇതുവരെ നടന്നിട്ടുണ്ടോ? അവർക്ക് ഈ കാര്യങ്ങൾ ക്രോഡീകരിക്കാൻ ഇനിയെങ്കിലും ഒരു ശ്രമമുണ്ടോ? ഒരു ശ്രമവും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ പറഞ്ഞുകൊണ്ട് ഇരുന്നത് ഈ ജോലി സാധ്യതയെക്കുറിച്ച് എന്തെങ്കിലും തരത്തിൽ സർക്കാർ അധികൃതരുമായി സംസാരിക്കാൻ, പ്രതിനിധികളുമായി സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? അവരിതുമായി ബന്ധപ്പെട്ട് ഈ ജോലി സാധ്യതകൾ ക്രോഡീകരിക്കുന്ന നടപടികൾ ആരംഭിക്കുകയോ അല്ലെങ്കിൽ അത്തരം പദ്ധതികൾ അവർ ആവിഷ്കരിക്കുകയോ ചെയ്യുന്നതായി അറിവുണ്ടോ എന്നായിരുന്നു. ഞങ്ങളിത് 10-20 വർഷമായിട്ട് ആവശ്യപ്പെടുന്ന കാര്യമാണ്. ഇവിടെ ഒരു മാസ്റ്റർ പ്ലാൻ വേണം. ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് മാസ്റ്റർ പ്ലാൻ വേണം. ഇവിടെ എൻ്റെ അറിവിൽ ഒരു 3 ദിവസം മുമ്പ് ഒരു 2 പേർ മലയാളികളും ഒരാൾ തമിഴ്നാട്ടുകാരനുമാണ്. അവർ അദാനി അധികൃതരെ കാണാൻ വേണ്ടി വന്നത് എന്തിനാണ്? അവരുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ നടത്താനാണ്, ഒരു പ്രൊജക്റ്റ് ചെയ്യാനാണ് അവർ വന്നത്. ഗവൺമെൻറ് അറിഞ്ഞില്ല അവർ വന്നത്, ഗവൺമെൻറ് അറിഞ്ഞില്ല. അവർ വന്നു, കണ്ടു, തിരിച്ചു പോകുന്ന കൂട്ടത്തിൽ എന്നോടും കണ്ട് സംസാരിച്ചു. അവർ പറയുന്നത് ഒരു സ്പെഷ്യൽ ഇക്കണോമിക് സോൺ ഉണ്ടെങ്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്. ഒരാൾ വന്നിരിക്കുന്ന ഗുജറാത്തിൽ നിന്നാണ്. ഗുജറാത്തിൽ കഴിഞ്ഞ 20-30 വർഷമായിട്ട് ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിൽ റിലേറ്റഡ് ആയിട്ടുള്ള വ്യവസായം നടത്തുന്ന ആളാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അവരുടെ പ്രോഡക്റ്റിന് സ്വീകാര്യത, വളരെ പെട്ടെന്ന് സ്വീകാര്യതയുണ്ട്, അതിനാവശ്യമുണ്ട് എന്ന് അദാനി അധികൃതർ ഇവരോട് പറയുകയും ചെയ്തു. പക്ഷേ പ്രൊഡക്ഷൻ എവിടെ നടത്തും, അതിൻ്റെ വെയർഹൗസ് എവിടെ വയ്ക്കും, അതിൻ്റെ സപ്ലൈ എവിടെ നിന്ന് നടത്തും, ഈ വന്നവർക്ക് യാതൊരു പിടിയുമില്ല. അവർക്ക് കൊടുക്കാൻ നമ്മുടെ ടെക്നോ പാർക്ക് മാതൃകയിൽ സ്വിച്ച് ആൻഡ് പ്ലേ, പ്ലഗ് ആൻഡ് പ്ലേ എന്ന് പറയുന്ന രീതിയിൽ ഇവിടെ ഒരു സംവിധാനമുണ്ടോ? ഇത് ഞങ്ങൾ 25 വർഷമായിട്ട് ആവശ്യപ്പെടുന്നതാണ്. നിങ്ങളിവിടെ ഒരു ഫെസിലിറ്റി ഉണ്ടാക്കി കൊടുക്കുക, വരുന്ന ഇൻവെസ്റ്റേഴ്സിന് ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കി കൊടുക്കുക. തീർച്ചയായിട്ടും ലക്ഷക്കണക്കിന് ഇൻവെസ്റ്റേഴ്സ് ഇവിടെ വരാൻ ഇപ്പോഴും തയ്യാറാണ്. പക്ഷെ അത്തരത്തിലുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ഇല്ല. ഞാൻ കേട്ടത് 20 വർഷമായിട്ട് ഞാൻ കേൾക്കുന്നുണ്ട്, ഗുജറാത്തിൽ തന്നെ സെപ്സ് എന്നോ മറ്റോ ആണ് ആ സംഘടനയുടെ പേര്, സെപ്സ്. അവരിവിടുത്തെ ഒരു സാമൂഹ്യ പഠനം നടത്തുന്നുണ്ട്, ഇതിൻ്റെ സാധ്യതകളെക്കുറിച്ചൊരു പഠനം നടത്തുന്നു. 20 വർഷമായിട്ട് ഞാൻ ആ പഠനത്തിൻ്റെ ഫലം ഇതുവരെയും കണ്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം കൃത്യമായി ഇപ്പോൾ എല്ലാവരും ഒരു ശ്രദ്ധ എന്താണ്, ഒരു കപ്പൽ കൊണ്ടുവരിക, കപ്പലിൻ്റെ ഉദ്ഘാടനം നടത്തുക, പിന്നെ ബാക്കിയെല്ലാം അദാനി ചെയ്തുകൊള്ളും എന്നുള്ളൊരു ധാരണയിലാണ് ഇവിടെ ഇരിക്കുന്നത്. വാട്ട് അബൌട്ട് അവർ റിംഗ് റോഡ്? ഈ റിംഗ് റോഡിൻ്റെ ഇരുവശത്തും 5 കിലോമീറ്റർ, 2.5 വീതം 5 കിലോമീറ്റർ പ്രദേശത്ത് ഒരു ഇക്കണോമിക് സോൺ വരുമെന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് വർഷങ്ങൾ പലതായി. ബജറ്റിൽ പോലും പൈസ നീക്കി വെച്ചു എന്ന് പറയുന്നു. 10,000 ഏക്കർ എടുക്കുന്നു എന്നാണ് കഴിഞ്ഞ ബജറ്റിൽ ഞാൻ കേട്ടത്. 1 സെൻറ്റെങ്കിലും എടുത്തോ. അപ്പം നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ബസ്സും മിസ്സാവാം. ഇവിടെ വളരെ ജാഗ്രതയോടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിരിക്കുകയാണ്, തൊട്ടടുത്ത രാജ്യങ്ങളിരിക്കുകയാണ്. ഞാൻ ഇന്നലെ ഒരു ശ്രീലങ്കക്കാരൻ്റെ ഫേസ്ബുക്ക് കമ്മ്യൂണിക്കേഷൻ ഞാൻ വായിച്ചു. ഒരു വളരെ കൺസേൺ ആയിട്ട് വിഴിഞ്ഞം പ്രോജക്റ്റ് വരുന്നതിനെ എങ്ങനെ കൗണ്ടർ ചെയ്യുന്നത് അവിടുത്തെ ഫെസിലിറ്റി കൊടുത്തുകൊണ്ട്, അവരുടെ എഫിഷ്യൻസി കൂട്ടിക്കൊണ്ട്, അവരുടെ സർവീസ് ലെവൽ കൂട്ടിക്കൊണ്ട് ഇവിടെ നിന്നുള്ള കാർഗോ അങ്ങോട്ട് വലിക്കുക, ഇത്രയും നാളും വലിച്ചതുപോലെ തുടർന്ന് വലിക്കാൻ അവർ കൂടുതൽ ജാഗ്രതയോടെ പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നതായിട്ടാണ് അവരുടെ ആ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഞാൻ കണ്ടത്. അപ്പോൾ നമ്മുടെ ചുറ്റിലുമുണ്ട്, നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിലുണ്ട്, മറ്റ് രാജ്യങ്ങളിലുണ്ട്. അവരെല്ലാവരും വിഴിഞ്ഞം വരുന്നതോടുകൂടി കൂടുതൽ അലേർട്ടായിട്ടുണ്ട്. ഈവൻ നമ്മുടെ വല്ലാർപാടം പോലും വളരെ പോസിറ്റീവായിട്ടാണ് ഞാനതിനെ കാണുന്നത്. വല്ലാർപാടം 16 മീറ്റർ ആഴമുള്ള കപ്പലുകളെ സ്വീകരിക്കാൻ പറ്റുന്ന വിധത്തിൽ അവർ ആ ടെൻഡർ ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഒരു കൺസൾട്ടൻറ്റിനെ നിയമിക്കാൻ. വളരെ നല്ല കാര്യം എന്ന് പറഞ്ഞാൽ വിഴിഞ്ഞം വരുന്നതോടുകൂടി എല്ലാവരും അവരുടെ പ്രവർത്തനത്തിൻ്റെ ശക്തി കൂട്ടുന്നു, കൂടുതൽ നന്നായിട്ട് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നു. എന്തിനാണ് ഇവിടെ വരാൻ സാധ്യതയുള്ള തീർച്ചയായിട്ടും താങ്കളിലേക്ക് ഞാൻ മടങ്ങി വരാം.